ഗാസയിൽ കഴിഞ്ഞ 2 വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഫോർമുല ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചത് തിങ്കളാഴ്ചയാണ്. ഇസ്രായേൽ ഉൾപ്പെടെ ഒട്ടുമിക്ക രാജ്യങ്ങളും ട്രംപിന്റെ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. 20 വെടിനിർത്തൽ നിർദ്ദേശങ്ങളാണ് അമേരിക്ക അവതരിപ്പിച്ചിട്ടുള്ളത്. വെടിനിർത്തലിന് തയ്യാറാണ് എന്നും ട്രംപിന്റെ പദ്ധതിയെ അംഗീകരിക്കുന്നതായും ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഹമാസ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയിച്ചിട്ടില്ല. ഇതിന് ധാരാളം സമയം ആവശ്യമായി വരുമെന്ന് ഹമാസ് അറിയിച്ചതായാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഹമാസിന് അന്ത്യശാസനം നൽകി രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ ഗുരുതരമായിരിക്കുമെന്നും വേദനിപ്പിക്കുന്നതായിരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതി ഹമാസ് അംഗീകരിക്കണം. അതിനായി ഹമാസിന് 3-4 ദിവസങ്ങൾ അനുവദിക്കും. അതിനകം നിലപാടറിയിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ചെയ്യേണ്ടത് ചെയ്യും. അത് ഓർത്തിരിക്കണമെന്നാണ് ട്രംപിന്റെ വാക്കുകൾ. എല്ലാ അറബ് മുസ്ലിം രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടും ഹമാസിന് വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത്. ഹമാസ് അത് ചെയ്യുമോ ഇല്ലയോ എന്നറിയണം. അങ്ങനെയല്ലെങ്കിൽ അത് വളരെ സങ്കടകരമായ പര്യവസാനമായിരിക്കുമെന്ന് കൂടി ട്രംപ് പറയുന്നത് കൃത്യമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടെയാണ്. ഹമാസ് വെടിനിർത്തൽ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേൽ വേണ്ടത് ചെയ്യുമെന്ന വാക്കുകളിൽ നിന്നും ഗാസയിൽ ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നതായി വായിച്ചെടുക്കാം. ഹമാസ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്. തിങ്കളാഴ്ചയാണ് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചത്. ബന്ദികളുടെ മോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രായേൽ സേനയുടെ പിന്മാറ്റം, ഹമാസിന്റെ കീഴടങ്ങൽ നിബന്ധനകൾ, പലസ്തീൻ പ്രദേശങ്ങൾ താൽക്കാലികമായി ഭരിക്കുന്നതിന് പ്രത്യേക സമിതി രൂപവൽക്കരണം, ഗാസയ്ക്ക് മാനുഷിക സഹായത്തിനുള്ള പദ്ധതി എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ട്രംപിന്റെ 20 നിർദ്ദേശങ്ങൾ അടങ്ങിയ സമാധാന പദ്ധതി. UN പൊതുസഭയിൽ പങ്കെടുക്കാനെത്തിയ നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തി ട്രംപിനെ കണ്ടിരുന്നു. 20 നിർദ്ദേശങ്ങൾ താൻ തയ്യാറാക്കിയതായും വൈകാതെ പ്രഖ്യാപിക്കുമെന്നും ട്രംപ് നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് നെതന്യാഹു വൈറ്റ് ഹൌസിലെത്തിയതും ട്രംപുമായി കണ്ടതും ട്രംപും നെതന്യാഹുവും സംയുക്തമായി കരാർ പ്രഖ്യാപിച്ചതും. അതേസമയം ഹമാസ് ഈ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമോ എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഉടനടി എടുത്തുചാടി ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഹമാസിനെ ഉദ്ധരിച്ച് ന്യൂസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ ചർച്ചയ്ക്ക് ദിവസങ്ങൾ തന്നെ എടുത്തേക്കാമെന്നും ഹമാസിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകളുണ്ട്. പലസ്തീനിലും വിദേശത്തുമുള്ള രാഷ്ട്രീയ സൈനിക നേതൃത്വങ്ങൾക്കുള്ളിൽ ഹമാസ് നിരവധി കൂടിയാലോചനകൾ നടത്തുന്നുണ്ട് എന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സങ്കീർണതകൾ കാരണം ചർച്ചകൾക്ക് നിരവധി ദിവസങ്ങൾ എടുത്തേക്കാമെന്നും പലസ്തീൻ വൃത്തങ്ങൾ പറയുന്നുണ്ട്. അതിനിടെ ഈ കരാറിനെതിരെ നിരവധി ചോദ്യങ്ങളും ഉയരുകയാണ്. ഗാസയുടെ തുടർഭരണം ആര് എന്നത് തന്നെ ഒന്നാമത്തെ വിഷയം. ഭരണസമിതിയിൽ ആരൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തത ഒന്നുമില്ല. ഇവരിൽ എത്ര പേർ അറബ് രാഷ്ട്ര പ്രതിനിധികൾ ഉണ്ടാകും, പാശ്ചാത്യരുണ്ടാകും എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല എന്നാണ് ചില വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഭരണമുള്ള പലസ്തീൻ അതോറിറ്റി ഭരണസജ്ജമാകും വരെയാകും ഇടക്കാല സമിതിക്ക് മേൽനോട്ടം എന്ന് പറയുന്നുണ്ട്. എന്നാൽ എപ്പോഴാണ് അവർ സജ്ജരാകൂ എന്നോ അതിന് ആര് സാക്ഷ്യപത്രം നൽകുമെന്നോ വ്യക്തതയില്ല. ഫലത്തിൽ പലസ്തീൻ കോളനിയായി തുടരുമോ എന്നതാണ് ആധി. പലസ്തീന്റെ ഭാഗമായല്ല പദ്ധതിയിൽ ഗാസയെ കാണുന്നത് എന്നത് അതിലേറെ ഗുരുതരമായ വിഷയമാണ്. ഗാസ ഒരിക്കലും പലസ്തീൻ അതോറിറ്റിക്ക് വിട്ടു നൽകില്ല എന്ന് നെതന്യാഹു വ്യക്തമാക്കിയതാണ്. ഗാസയിൽ സമാധാനം തിരികെ എത്തിക്കാൻ താൽക്കാലിക സേനയെ വിന്യസിക്കുമെന്ന് പറയുന്നുണ്ട്. ആരാകും ഈ സേന എന്നതാണ് മറ്റൊരു വെല്ലുവിളി. സൈന്യത്തെ അയക്കാൻ എത്ര രാജ്യങ്ങൾ സന്നദ്ധമാണ് എന്നോ സന്നദ്ധമായവയുടെ സേനയെ അംഗീകരിക്കുമോ, ഇവർക്ക് എന്തെല്ലാം ഉത്തരവാദിത്വങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ല എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ട്രംപ് പ്രഖ്യാപിച്ച സമാധാന പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് UAE അടക്കം 8 രാജ്യങ്ങളാണ് രംഗത്തെത്തിയത്. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയ്യിദ് അൽ നഹ്യാൻ മറ്റ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാർക്കൊപ്പം സംയുക്ത പ്രസ്താവനയും പുറത്തിറക്കി. ട്രംപ് തയ്യാറാക്കിയ ഉടമ്പടിക്ക് അന്തിമ രൂപം നൽകുന്നതിനും നടപ്പാക്കുന്നതിനും US-മായി ക്രിയാത്മകമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നും UAE-യും ഒപ്പം മറ്റ് രാഷ്ട്രങ്ങളും അറിയിച്ചിട്ടുണ്ട്. മധ്യേഷ്യൻ മേഖലയിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷയും സ്ഥിരതയും ഉറപ്പാക്കുന്നതാണ് ഈ നീക്കമെന്ന് വിലയിരുത്തുന്നു. സൗദി, ഖത്തർ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. 20 നിർദ്ദേശങ്ങളിലെ പ്രധാന വ്യവസ്ഥകൾ ഇനി പറയുന്നവയാണ്. ഗാസയിൽ വെടിനിർത്തൽ ഉടൻ നടപ്പിലാക്കണം.
ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ ഉടൻ മോചിപ്പിക്കാൻ തയ്യാറാകണം. അതോടൊപ്പം ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേനയെ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയും വേണം. ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായി നിരായുധീകരിക്കുക. വെസ്റ്റ് ബാങ്ക് ഇസ്രായേൽ കൂട്ടിച്ചേർക്കുന്നത് അനുവദിക്കുകയില്ല. ഗാസയുടെ പുനർനിർമ്മാണത്തിന് സഹായം എത്തിക്കുകയും പലസ്തീൻ ജനതയുടെ പലായനം ഒരു കാരണവശാലും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുകയും വേണമെന്ന് കരാർ നിർദ്ദേശിക്കുന്നു. അതോടൊപ്പം ദ്വിരാഷ്ട്ര പരിഹാരമാണ് ലക്ഷ്യമെന്നും ഗാസയെ വെസ്റ്റ് ബാങ്കുമായി സമന്വയിപ്പിച്ച് രാജ്യാന്തര നിയമങ്ങൾക്കനുസൃതമായി പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കണമെന്നും കരാർ നിർദ്ദേശിക്കുന്നു.